ചിക്കൻ പറുദീസ. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു വേണ്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ഫുൾ ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഒരു 1.5 കിലോ വരുന്നുണ്ട്. ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും, 2 ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും, 1/4 കപ്പ് വീതം മല്ലിയിലയും പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ചേർത്തതിന് ശേഷം മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറും, 1 ടേബിൾ സ്പൂൺ അളവിൽ മന്തി മസാല. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുത്താൽ ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഞാനിതൊരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മസാലയൊക്കെ ഇതിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഒരു 45 മിനിറ്റോളം നമ്മളിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഓരോ 10 മിനിറ്റിലും നമ്മൾ തുറന്നിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കൻ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ. ആ മസാലയൊക്കെ നല്ല മിക്സ് ആയിട്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഈ മസാല ഉണ്ടല്ലോ, നമ്മൾ ഈ കയ്യിൽ വെച്ചിട്ട് ചിക്കൻ്റെ ഓരോ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 200 ഗ്രാം കാഷ്യൂ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അല്പം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അടച്ചു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാത്രം നമ്മൾ തുറക്കുകയാണ്. അതിലേക്ക് ഈ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു 45 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട അപ്പത്തിൻ്റെയോ ചപ്പാത്തിൻ്റെയോ പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇതിൽ അല്പം ഗ്രേവി കുറവാണ്. നിങ്ങൾക്ക് കുറച്ചധികം ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ എടുത്താൽ മതി. എങ്ങനെയായാലും സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.